നമസ്കാരം. കീ ടു വിന്നിലേക്ക് ഏവർക്കും സ്വാഗതം. PSC എക്സാമിന് ടോപ്പ് റാങ്കിലെത്തിയിട്ട് ജോലി കിട്ടാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കും നിങ്ങളിൽ ഭൂരിഭാഗം പേരും അല്ലേ. എക്സാമിൽ ടോപ്പ് റാങ്ക് കിട്ടണമെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ പാലിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമേ തന്നെ പറയട്ടെ, വിജയത്തിന് കുറുക്കുവഴികളില്ല. ശരിയായ രീതിയിലൂടെയുള്ള ചിട്ടയായിട്ടുള്ള പരിശീലനം തന്നെ അതിന് വേണം. എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വേണ്ടത് എന്തൊക്കെയാണെന്നറിയോ? ഒന്ന് സിലബസ്, രണ്ടാമത്തേത് ടൈം ടേബിൾ. സിലബസ് കിട്ടാൻ വളരെ ഈസിയാണെന്ന് നിങ്ങൾക്കറിയാം. കേരള PSCയുടെ സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതിയല്ലോ. എന്നാൽ ടൈം ടേബിളോ, അതെങ്ങനെ ഉണ്ടാക്കാം? അത് AI ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പിന്നീട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും നമുക്ക് ആദ്യം ആ എക്സാമിനെ പറ്റിയിട്ട് ജനറലായിട്ടൊരു ഐഡിയ ആദ്യം കിട്ടണമല്ലോ. ശരി, അപ്പോൾ നമുക്ക് ഇപ്പോൾ വരാൻ പോകുന്ന കമ്പനി ബോർഡ് എക്സാമിൻ്റെ കാര്യം തന്നെ എടുക്കാം. നമുക്ക് ഇതിനെ പറ്റിയിട്ടൊരു ജനറലായിട്ട് ഒരു ഐഡിയ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് AI എങ്ങനെ ആദ്യമേ തന്നെ ഉപയോഗിക്കാമെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ജെമിനൈ ആപ്പ് ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എൻ്റെ ഫോണിൽ നിങ്ങളിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഈ ജെമിനൈ ആപ്പ് ഇവിടെ കാണണ്ടല്ലോ. ഈ ജെമിനൈ ആപ്പ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാനിവിടെ അടിച്ചു കൊടുക്കുകയാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കേരള PSC കൂടെ അടിച്ചു കൊടുക്കാം. മാർക്ക് ക്ലിക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. AI നമുക്ക് കൃത്യമായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു തരും. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്. കണ്ടോ, ഇതിന് ചിട്ടയായ പരിശീലനം ആവശ്യമാണ്. പരീക്ഷാ പാറ്റേണും സിലബസും മനസ്സിലാക്കണം. ആദ്യം ചെയ്യേണ്ടത് കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ഏറ്റവും പുതിയ സിലബസ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചോദ്യത്തിൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കുമെന്നും ഓരോ ഭാഗത്തിനൊക്കെ എത്രത്തോളമൊക്കെ മാർക്ക് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എക്സാമിന് എന്തൊക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ ജനറൽ നോളജ് ഉണ്ടാവും, അതുപോലെ ജനറൽ ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, കറണ്ട് അഫയേഴ്സ്, കമ്പ്യൂട്ടർ ഫണ്ടമെൻറ്റൽസ് ഇതെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഈ ജനറൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് അതുപോലെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇഷ്ടംപോലെ നല്ല നല്ല യൂട്യൂബ് ചാനൽസ് തന്നെ വേണമെങ്കിലുണ്ട്. അതുപോലെ ടെലഗ്രാം ചാനൽസും ഉണ്ട്. കറണ്ട് അഫയേഴ്സിനൊക്കെ നല്ല നല്ല ടെലഗ്രാം ചാനൽസ് തന്നെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ് സമയം കളയാൻ പോകുന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ എഴുതിക്കോളൂ, മറ്റുള്ളവർക്ക് കൂടി യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോവാം. രണ്ടാമത് വേണ്ടത് കൃത്യമായിട്ടുള്ളൊരു പഠന രീതി അല്ലെങ്കിൽ പാഠ്യ പദ്ധതി തയ്യാറാക്കുക എന്നുള്ളതാണ്. അത് ഞാൻ പറയാൻ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് പഠന സാമഗ്രികൾ തിരഞ്ഞെടുക്കണം. അത് ഏതെല്ലാം മെറ്റീരിയൽസ് ആണ് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് തിരഞ്ഞെടുക്കണം. അപ്പോൾ അതിന് ആദ്യം തന്നെ നമുക്ക് ബേസിക് ഉണ്ടാക്കിയെടുക്കണം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ SCERT NCERT ബുക്കുകൾ തന്നെ ആശ്രയിക്കണം. SCERT ആണെങ്കിൽ 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകണം. ലൈൻ ബൈ ലൈൻ ആയിട്ട് തന്നെ പഠിച്ചു പോകണം. അപ്പോൾ 11, 12 ക്ലാസ്സുകളിൽ ബയോളജി ആണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ വേറെ ഇഷ്ടംപോലെ ചാനൽസൊക്കെ അറിയാവുന്നവരുണ്ടാവും, കമൻറ്റ് ചെയ്തോളൂ. അത് മാത്രമല്ല മറ്റ് മെറ്റീരിയൽസും ആവശ്യമായിട്ടുള്ളതുണ്ട്. SCERT മാത്രം പോരാ. പക്ഷേ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാതെ നിങ്ങൾ മറ്റു കാര്യങ്ങളിലേക്ക് പോകരുത്. ഇതിൽ നിന്ന് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതുപോലെ റാങ്ക് ഫയൽസ് യൂസ് ചെയ്യാം. നല്ല റാങ്ക് ഫയൽസ് ഒക്കെ ഉള്ളത് അറിയാവുന്നവരുണ്ടെങ്കിൽ അതുമൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിക്കോളൂ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് അടിസ്ഥാനം എന്ന് പറയുന്നത് 5 മുതൽ 10 വരെയുള്ള SCERT NCERT പാഠപുസ്തകങ്ങളാണ്. അത് ജനറൽ നോളജിനും സയൻസിനും ഒരുപാട് സഹായകമാകുമെന്നാണ് പറയുന്നത്. 5 മുതൽ 10 അല്ല, +2 വരെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. കണക്ക്, ഇംഗ്ലീഷിനൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെഫറൻസ് പുസ്തകങ്ങളുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിച്ചിട്ട് അടിസ്ഥാന കാര്യങ്ങളൊക്കെ ഉറപ്പിക്കണം. പരിശീലനത്തിന് പ്രാധാന്യം കൊടുക്കണം. പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പരിശീലനം തന്നെയാണ്. അതിന് വേണ്ട എന്താണ്, PYQs ഒക്കെ നല്ല പോലെ ചെയ്ത് നോക്കാം. മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകൾ ചെയ്ത് നോക്കുക. കഴിഞ്ഞ 5-10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് ചെയ്ത് നോക്കുക. അതിപ്പോൾ PSC സൈറ്റിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ബുക്ക് ഷോപ്സിലൊക്കെ ഇഷ്ടംപോലെ PYQസിൻ്റെ ബുക്സ് തന്നെ കിട്ടാനുണ്ടാവും. അതുപോലെ OMR ബുക്ക്ലെറ്റ് വാങ്ങിക്കുക. എന്നിട്ട് അത് ബുക്ക്ലെറ്റിൽ കൃത്യമായിട്ട് ബബിൾ ചെയ്ത് അതും പ്രാക്ടീസ് ചെയ്യാം. അത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുക. മോക്ക് ടെസ്റ്റ് ഒക്കെ എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് കിട്ടാനുള്ളത് അതൊക്കെ തിരഞ്ഞു പിടിച്ച് പോയി ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമായിട്ട് ശരിയായ രീതിയിൽ ഏതെല്ലാം വഴിയിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്യുക. ഇനി സ്ഥിരമായിട്ടുള്ള പുനരവലോകനം എന്നിവിടെ പറയുന്നുണ്ട്. അതായത് റിവിഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ പ്രാധാന്യം പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് റിവിഷൻ ചെയ്യുക എന്നുള്ളതിനാണ്. അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുക. റിവിഷന് വേണ്ടി വേറെ തന്നെ ഒരു ടൈം ടേബിളും സെറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്.
ഇപ്പോൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഓൺലൈൻ ആപ്പ് വഴിയോ അല്ലെങ്കിൽ കോച്ചിങ് സെൻറ്ററിലോ ഒക്കെ പോയി പഠിക്കുന്നവരാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അതുപോലെ നേരത്തെ സിലബസ് വേണമെന്ന് പറഞ്ഞിരുന്നു. ആ സിലബസ് പറ്റുമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ വെക്കാം. ഓരോ പ്രാവശ്യം പഠിച്ചു പോകുമ്പോഴും അതിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് പോവുക. അപ്പോൾ ഒന്നും വിട്ടു പോയിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്കതുകൊണ്ട് സാധിക്കും. അതേപോലെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെക്കാനാണ് പറയുന്നത്. ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ വാരി വലിച്ച് എല്ലാം എഴുതി വയ്ക്കുക അല്ല പറയുന്നത്. പകരം പോയിന്റ് വൈസ് ആയിട്ട് എഴുതി വയ്ക്കുക. ഫ്ലോ ചാർട്ട് പോലെയൊക്കെ എഴുതി വയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ എഴുതി വയ്ക്കുക. പെട്ടെന്ന് എക്സാമിന് മുമ്പ് നമുക്ക് റിവിഷൻ ചെയ്ത് പോകാൻ പാകത്തിന് എഴുതി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ ടൈം ടേബിൾ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് തന്നെ ടൈം ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യും നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ഒരു 150 ദിവസത്തെ ടൈം ടേബിളാണ് വേണ്ടതെങ്കിൽ നമ്മളത് ഇവിടെ പോയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് എക്സാമിന് ഒരു 150 ഡേയ്സിൻ്റെ ടൈം ടേബിൾ തരൂ എന്ന് എഴുതി കൊടുക്കാം. ഡൺ ഞെക്കുന്നു, ആരോ മാർക്ക് ഞെക്കുന്നു, വിടുന്നു. അപ്പോൾ ഇവിടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്ന സമയം അനുസരിച്ച് ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും. 150 ഡേയ്സാണ് ഇവിടെ ടൈം ടേബിൾ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് അധികം ദിവസത്തേക്ക് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മോഡിഫിക്കേഷനൊക്കെ നടത്തിയിട്ട് യൂസ് ചെയ്യാം. കൃത്യമായിട്ട് ഘട്ടം 1 ആദ്യത്തെ 90 ദിവസം അത് തന്നിട്ടുണ്ട്. സിലബസിലെ എല്ലാ വിഷയങ്ങളും ആഴത്തിൽ പഠിച്ച് നോട്ട്സ് തയ്യാറാക്കി വെക്കുക. പഠിക്കുമ്പോൾ നോട്ട്സ് എഴുതി പഠിച്ചു പോവുക. അപ്പോൾ എഴുതുന്നതും ഒരു പഠിപ്പാണ്. അപ്പോൾ അത് കാര്യങ്ങൾ മൈൻഡിലിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഷോർട്ട് നോട്ട്സും ഉണ്ടാക്കി വെക്കുക. എക്സാമിന് തൊട്ട് മുന്നേയൊക്കെ നമുക്ക് റിവൈസ് ചെയ്യണമെങ്കിൽ ഷോർട്ട് നോട്ട്സ് തന്നെ വേണം. ഘട്ടം 2 എന്ന് പറയുന്നത് അടുത്ത 45 ദിവസത്തേക്ക് അത് റിവിഷനും അതുപോലെ പരിശീലനമാണ്. പഠിച്ച കാര്യങ്ങൾ വേഗത്തിൽ റിവൈസ് ചെയ്യുക, മുൻവർഷ ചോദ്യപേപ്പറുകൾ പരിശീലിക്കുക, ദുർബലമായ മേഖലകൾ ശക്തിപ്പെടുത്തുക എന്നൊക്കെയാണ് AI പറയുന്നത്. അടുത്ത 15 ദിവസത്തേക്ക് അവസാന മിനുക്കുപണിയും മോക്ക് ടെസ്റ്റും ഒക്കെ നോക്കാനാണ് പറയുന്നത്. അപ്പോൾ ദിവസവും മോക്ക് ടെസ്റ്റുകൾ എഴുതുക, പ്രധാനപ്പെട്ട നോട്ടുകൾ കറണ്ട് അഫയേഴ്സും മാത്രം നോക്കുക. ഇങ്ങനെയാണ് പറയുന്നത്. അതിലെന്നിട്ട് താഴോട്ടേക്ക് പറയുന്നുണ്ട് ആദ്യത്തെ 1 മുതൽ 90 ദിവസം വരെ തന്നിട്ടുണ്ട്. ആഴ്ചയിൽ മാതൃകാ ഷെഡ്യൂൾ, അതായത് ഒരു മോഡലായിട്ടുള്ള ടൈം ടേബിളാണ് ഈ തന്നിരിക്കുന്നത്. തിങ്കളാഴ്ച എന്ത് ചെയ്യണം, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി 1 മുതൽ 5 വരെ ദിവസത്തെ റിവിഷനാണ് പറയുന്നത്. ഞായറാഴ്ച ദുർബലമായ മേഖലകൾക്ക് വേണ്ടിയിട്ട് നീക്കി വെക്കാനാണ് പറയുന്നത്. അപ്പം ശനി ഞായറും റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അതുപോലെ മിനി മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ ഇങ്ങോട്ടേക്ക് എല്ലാം തന്നിട്ടുണ്ട്. അടുത്ത 91 മുതൽ 135 വരെ ചെയ്യേണ്ടതും AI തരുന്നുണ്ട്. കണ്ടോ, ദ്രുത ഡിവിഷൻ, സ്പീഡായിട്ട് റിവിഷൻ ചെയ്ത് പോകാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദിവസേന 2 മണിക്കൂർ PYQs ചെയ്യേണ്ട കാര്യങ്ങൾ, മോക്ക് ടെസ്റ്റ് നോക്കേണ്ടത്, കറണ്ട് അഫയേഴ്സിന് 30 മിനിറ്റ്. കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് അഫയേഴ്സിൻ്റെ AI തന്നിട്ടുണ്ട്. ഘട്ടം 3 എന്ന് പറഞ്ഞാൽ 136 മുതൽ 150 ദിവസം വരെയുള്ളത്. പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പുള്ള കുറച്ച് ദിവസങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അപ്പം എത്ര ദിവസം ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾ അടിച്ചു കൊടുക്കുക. ഒരു ഏകദേശം ഒരു ടൈം ടേബിൾ കിട്ടും. എന്നിട്ട് അത് വെച്ചിട്ട് പഠിക്കാം. ഇങ്ങനെ കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റ് നോക്കുക, ടെസ്റ്റ് വിശകലനം, ഗ്രാൻഡ് റിവിഷൻ, ദിവസേന 2 മണിക്കൂർ റിവിഷൻ, അത് ഏതൊക്കെ ഭാഗമാണ് നോക്കേണ്ടത് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ. പിന്നെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ കൂടി AI തരുന്നത്. കമ്പ്യൂട്ടർ, മലയാളം, മെയിൻ പരീക്ഷയ്ക്ക് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾക്കും മലയാളത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുക. പ്രിലിമിനറി കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾക്കായി സമയം കണ്ടെത്തണം. ആരോഗ്യം, ഈ 180 ദിവസവും കൃത്യമായ ഉറക്കവും ആരോഗ്യകരമായ ഭക്ഷണക്രമവും നിങ്ങൾ ഉറപ്പുവരുത്തണം. അതുപോലെ ആത്മവിശ്വാസം, സ്ഥിരമായ പഠനമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ വിജയിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ആദ്യം തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് തന്നെയാണ് എഴുതിയിട്ട് ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏത് എക്സാം ആയിരുന്നാലും ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ നോക്കേണ്ടത്. സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക, ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, അതുപോലെ ടൈം ടേബിൾ അനുസരിച്ച് കൃത്യമായിട്ട് തന്നെ പഠിക്കുക, നല്ല പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം തന്നെ കഴിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക. ഇത്രയൊക്കെ കാര്യങ്ങളാണ് AI നമുക്ക് തരുന്നത്. ഇനി ഏത് എക്സാം ആയിരുന്നാലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള സിലബസ് ഈ ജെമിനിയിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനോട് ഡേ ബൈ ഡേ ടൈം ടേബിൾ തരൂ എന്ന് പറഞ്ഞാൽ ഡേ ബൈ ഡേ ടൈം ടേബിൾ തന്നെ കിട്ടുന്നതായിരിക്കും. ഇത്രയുമൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്